ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. വിഷ്ണു സഹസ്രനാമം ശ്ലോകം 4. സർവശർവശിവസ്ഥാണോർഭൂതാധീർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. സർവഹ, സർവഹ എന്ന് വെച്ചാൽ ക്ഷരപുരുഷനായും അക്ഷരപുരുഷനായും നശിക്കുന്നതും നശിക്കാത്തതുമായിട്ട് ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാനാണ്. അതുപോലെ സ്ഥൂലരൂപത്തിൽ കാണുന്നതും സൂക്ഷ്മരൂപത്തിൽ കാണുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാന് നാമം സർവഹ. ഇനി ശർവഹ, ശർവഹ എന്ന് വെച്ചാൽ ശിവനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശിവസ്വരൂപത്തിൽ സംഹരിക്കുന്നവൻ അതും ഭഗവാൻ തന്നെ. അപ്പം മഹാവിഷ്ണു തന്നെയാണ് ശിവസ്വരൂപത്തിൽ ഇരിക്കുന്നതും. അങ്ങനെ മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ പരമാത്മാവെന്ന അർത്ഥത്തിലാണ് നമ്മൾ അറിയേണ്ടത്. നേരത്തെ കണ്ട നാമങ്ങളിൽ ഉണ്ടായിരുന്നു ഭൂതകൃത്തായിട്ട്, സൃഷ്ടിസ്വരൂപനായിട്ട്, സ്ഥിതിസ്വരൂപനായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. ഇപ്പോൾ സർവഹ സംഹാര സ്വരൂപനായ ശിവന്റെ രൂപത്തിൽ രുദ്രനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഭഗവാന് നാമം സർവഹ. അടുത്തത് ശിവഹ, ശിവസ്വരൂപം. ശിവസ്വരൂപമായിരിക്കുന്നതിനാൽ മംഗളസ്വരൂപിയായിട്ടുള്ളവൻ. അപ്പം അങ്ങനെ ശിവൻ എന്ന പേരും ഭഗവാൻ തന്നെയാണ്. നേരത്തെ പറഞ്ഞു പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ആ ശിവസ്വരൂപത്തിൽ ഇരിക്കുന്നത്. അപ്പം ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത് ഭഗവാൻ തന്നെയാണ്. പല നാമങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ നാമങ്ങളും എല്ലാ ദേവന്മാർക്കും പറയുന്നുണ്ടെന്നു സാരം. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? സ്ഥാണുഹു. ഇവിടെ സ്ഥാണു എന്ന് പറഞ്ഞാൽ തൂണുപോലെ ഉറച്ചു നിൽക്കുന്നത്. സ്ഥാണു എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നതാരോ അവൻ സ്ഥാണുഹു. അപ്പൊ സ്ഥിരമായിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് സ്ഥാണുഹു എന്ന് നാമം. ഭൂതാദി, എല്ലാ ഭൂതങ്ങളുടെയും തുടക്കം ഭഗവാനിൽ നിന്നാണ് എന്നതിനാൽ ഭഗവാന് നാമം ഭൂതാദി. നിധിരവ്യയ, ഇവിടെ തിരിച്ചു വേണം നമ്മളിത് ഉച്ചരിക്കേണ്ടത്. അവ്യയ നിധി വ്യാഖ്യാനം ചെയ്യുമ്പോൾ. കാരണം ഭൂതനായിട്ടുള്ള ഭഗവാനിലേക്ക് തന്നെയാണ് പ്രളയകാലത്തിൽ എല്ലാം ലയിക്കുന്നത്. അങ്ങനെ പ്രളയകാലത്തിങ്കൽ സർവവും ഏതൊരു ഭഗവാനിൽ നിദാനം ചെയ്യുന്നുവോ അതുകൊണ്ട് ഭഗവാനെ നിധിഹി, അതായത് പ്രളയകാലത്ത് വരുന്നതെല്ലാം നശിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം നശിക്കാത്ത ഭഗവാനിലേക്കാണ് ലയിക്കുന്നത്, വന്നു ചേരുന്നത്. അതുകൊണ്ട് ഭഗവാനെ അവ്യയനിധി എന്ന് നാമം. നാശരഹിതനായിട്ടുള്ള ഭഗവാനിലേക്ക് നാശമുള്ളതെല്ലാം വന്ന് ലയിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അവ്യയനിധി എന്ന് നാമം. ഇനി അടുത്തത് സംഭവ, സംഭവിക്കുക. സംഭവിക്കുക എന്നാൽ ജനിക്കുക എന്നർത്ഥം. എങ്ങനെ? സ്വേച്ഛയ.
സ്വേച്ഛാനുസാരണ ഭഗവാൻ ജനിക്കുന്നു. എപ്പോഴാണ് ഭഗവാൻ ജനിക്കുന്നത് എന്ന് നമ്മൾ ഗീതയിൽ കൂടി കണ്ടിട്ടുണ്ട് അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാത്മികം. എപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ ഓരോ അവതാരം രൂപത്തിൽ ആ ധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി ജനിക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഭഗവാൻ പറയുന്നുണ്ട്. പരിത്രാണായ സാധൂനാം, സജ്ജനങ്ങളെ രക്ഷിക്കുവാൻ, വിനാശായത ദുഷ്കൃതാം, ദുഷ്കൃതം ചെയ്യുന്നവരെ മുഴുവൻ വിനാശം ചെയ്യുവാൻ വേണ്ടിയും ഭഗവാൻ ജനിക്കുന്നു. അപ്പം അങ്ങനെ നശിച്ച ധർമ്മത്തെ ഉദ്ധരിച്ച് അതിനെ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ഭഗവാൻ എല്ലാ യുഗത്തിലും ജനിക്കുന്നു, ഉണ്മയായിട്ട് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നു. അതാണ് സംഭവഃ എന്ന് ഭഗവാന് നാമം. ഇനി അടുത്തത് ഭഗവാന് നാമം ഭാവനഃ, ഭാവനം ചെയ്യുന്നവൻ. അതിനർത്ഥം കൊടുക്കുന്നവൻ. ഓരോരുത്തരും അവനവൻ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് വേണ്ടത് വേണ്ടപ്പോൾ കൊടുക്കുന്നവൻ. അതാണ് ഭഗവാന് നാമം ഭാവനഃ. നമ്മുടെ ഓരോ ചിന്തയും ഓരോ കർമ്മങ്ങളാണ്. അപ്പോൾ ആ ചിന്തയ്ക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്നത് ആരാണ്? ഭഗവാൻ. അങ്ങനെ സാക്ഷിയായിരിക്കുന്ന ഭഗവാൻ സൂക്ഷ്മ ശരീരത്തിൽ തന്നെ അവിടെ സംഹരിച്ചു വെക്കുന്നു. ഏതു രൂപത്തില്? ഒരു സഞ്ചിയുടെ രൂപത്തില്. അതിനെയാണ് പ്രാരാബ്ധ കർമ്മമാക്കി ഓരോ ജന്മത്തിലേക്ക് നമ്മളെ തിരിച്ച് വിടുന്നത്. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് തിരിച്ചു കൊടുക്കുന്നവൻ. അതിനാൽ ഭഗവാന് നാമം ഭാവനഃ. ഇനി അടുത്തത് ഭർത്താ, ഭരം നടത്തുന്നവൻ എന്ന് വെച്ചാൽ ഭരണം നടത്തുന്നവൻ എന്നർത്ഥം. അതായത് സംരക്ഷണം നടത്തുന്നവൻ എന്നർത്ഥം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവൻ എന്നർത്ഥം, നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. അതുകൊണ്ട് ഭഗവാന് ഭർത്താ. ഇനി അടുത്തത് പ്രഭവഃ. ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഈ പ്രപഞ്ചം മുഴുവൻ ജനിക്കുന്നത്, പ്രഭവം എന്നാൽ ഉത്ഭവം എന്നർത്ഥം. അപ്പൊ ഈ ഉത്ഭവ സ്ഥാനമായിട്ടിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ പ്രഭവഃ. ഇനി അടുത്തത് പ്രഭുഹു. തന്നിൽ നിന്നുണ്ടാകുന്ന എല്ലാ സൃഷ്ടികളുടെയും നിയന്താവ്, സ്വാമിയായിരിക്കുന്നവൻ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ പ്രഭുഹു എന്ന് നാമം. ഇനിയും അടുത്തത് ഈശ്വരഃ. തനിക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കാതെ ഭഗവാൻ ഓരോ ഉപാധിയും കൂടാതെയാണ് ഈ പ്രപഞ്ചത്തെ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ഈശ്വരഃ എന്ന് നാമം. ഭഗവാനെ നിയന്ത്രിക്കാൻ മറ്റൊരു ശക്തിയുമില്ല എന്ന് സാരം. ഭഗവാൻ മാത്രമാണേ ഉള്ളൂ. അതിൽ നിന്നുമാണ് മറ്റ് ശക്തി ഭഗവാൻ കൊടുക്കുന്നത്. അപ്പൊ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും നിയന്താവ്, നിയന്ത്രിക്കുന്നവൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാന് ഈശ്വരഃ എന്ന് നാമം. ഹരി ഓം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 5. സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വന അനാദിനിധനോ ദാതാ വിദാതാ ധാതുരുത്തമ. ഇവിടെ ഈ 5-ാം ശ്ലോകത്തില് 9 നാമങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ 2 വരിയിൽ കൂടി 5 നാമങ്ങളും രണ്ടാമത്തെ 2 വരിയിൽ കൂടി 4 നാമങ്ങളും. അങ്ങനെ 9 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു ഭഗവാന്റെ. ആദ്യത്തെ നാമം സ്വയംഭൂ. സ്വയം ഭവിക്കുന്നത് സ്വയംഭൂ. സ്വയമേവ ഭവതീതി സ്വയംഭൂ. ഭവതി എന്ന വർത്തമാന ക്രിയയാണ്, എപ്പോഴും ഉള്ളത് എന്നർത്ഥം. സ്വയം ഉള്ളതാണ്, അത് ഉണ്ടാകേണ്ട കാര്യമില്ലെന്ന് സാരം.
സ്വയം ഭവിച്ചിരിക്കുന്നു. അപ്പൊ ഒന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രനായി നിൽക്കുന്നു എന്ന് സാരം. ഉദാഹരണം പറയുകയാണെങ്കിൽ, മൺപാത്രം എന്തിനെ ആശ്രയിക്കുന്നു? അത് അതിൻ്റെ കാരണമായ മണ്ണിനെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെയാണ് വസ്ത്രം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? നൂലിനെ ആശ്രയിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണമായ നൂലിനെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ നൂല് മാറ്റിയാൽ വസ്ത്രമുണ്ടോ? ഇല്ല. അപ്പം അതുപോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അതാതിൻ്റെ കാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ ഭഗവാൻ സ്വയം ഭവിക്കുന്നു. ഭഗവാന് ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഭഗവാൻ ഉണ്മയായി സ്വതന്ത്രനായി ഇരിക്കുന്നു എന്ന് സാരം. രണ്ടാമത്തെ നാമം ശംഭുഹു. ശം എന്ന് വെച്ചാൽ സുഖം. ഭക്താനാം ഭാവയിതി ശംഭുഹു. ഏറ്റവും സുഖമായിട്ടുള്ളത് എന്താണ്? മോക്ഷം. അപ്പൊ ഭക്തന്മാർക്ക് മോക്ഷത്തെ കൊടുക്കുന്നവൻ അതാരാണ്? മഹാവിഷ്ണു. അതുകൊണ്ട് ഭഗവാന് നാമം ശംഭുഹു. ഇനി അടുത്ത നാമം എന്താണ്? ആദിത്യഃ. ആദിത്യമണ്ഡലാന്തസ്ഥോ ഹിരണ്മയ പുരുഷഃ ആദിത്യഃ. സൂര്യമണ്ഡലത്തിൽ സ്വർണവർണ്ണത്തിൽ പ്രകാശിക്കുന്ന ആ ചൈതന്യം, പുരുഷൻ, നാരായണൻ, സൂര്യനാരായണൻ എന്നൊക്കെ അർത്ഥം. ഭഗവാന് 12 ആദിത്യന്മാര് പറയുന്നുണ്ട്. അതായത് കശ്യപ പ്രജാപതിക്കും അതിഥിക്കും ഉണ്ടായ മക്കളാണ് ഈ 12 ആദിത്യന്മാര്. കശ്യപ പ്രജാപതിക്ക് 2 ഭാര്യമാരാണ്. ഒന്ന് ദിതിയും ഒന്ന് അതിഥിയും. ആ ദിതിയിൽ ഉണ്ടായതാണ് അസുരന്മാര്. അതിഥിയിലുണ്ടായവരാണ് ഈ ആദിത്യന്മാര്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിഷ്ണു, ശക്രൻ, ആര്യമാവ്, ദാത, ത്വഷ്ട, പൂഷ, വിവസ്വാൻ, സവിത, മിത്രഃ, വരുണഃ, അംശു, ഭഗഃ. ഇത്രയും പേരാണ് അതിഥിയുടെ മക്കള്, ഈ 12 ആദിത്യന്മാര്. അതില് ഏറ്റവും ഇളയ ആളാണ് വിഷ്ണു. അപ്പൊ ഇന്ദ്രനു പോലും നഷ്ടപ്പെട്ട സാമ്രാജ്യത്തെ വീണ്ടെടുത്തു കൊടുത്തത്, മഹാബലിയിൽ നിന്നും വീണ്ടെടുത്തു കൊടുത്തത് വാമനനായി, അതിഥി ദേവിയുടെ വയറ്റിൽ വാമനനായി അവതരിച്ച ആ അവതാരമാണ് മഹാബലിയോട് ചെന്ന് ലോകങ്ങളെ എല്ലാം തിരിച്ചു വീണ്ടെടുത്ത് ഇന്ദ്രന് തിരികെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് പേര് ഉപേന്ദ്രൻ എന്നുകൂടിയുണ്ട്. ഇന്ദ്രന്റെ അനുജൻ എന്ന നാമത്തിൽ ഭഗവാന് ഉപേന്ദ്രൻ എന്ന നാമമുണ്ട്. അപ്പം അതിഥിയുടെ പുത്രനായി വാമനനായി ജനിച്ച അതാണ് വിഷ്ണു എന്ന നാമം. ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, ആദിത്യനാമ അഹം വിഷ്ണു എന്ന് പറയുന്നുണ്ട്. ആദിത്യന്മാരിൽ ഞാൻ വിഷ്ണു ആകുന്നു. അതിഥി എന്ന വാക്കിന് ഭൂമി എന്നും അർത്ഥമുണ്ട്. എങ്ങനെയാണോ ഏകനായിരിക്കുന്ന സൂര്യൻ അനേക ജലപാത്രത്തിൽ കൂടി വേറെ ഒരു രൂപത്തിൽ പ്രതിബിംബിക്കുന്നത്, അതുപോലെയാണ് പരമാത്മാവ് ഈ വിഷ്ണു എല്ലാ ശരീരങ്ങളിലും വേറെ വേറെ ക്ഷേത്രജ്ഞരായി, വേറെ വേറെ ജീവന്മാരായി പ്രതിബിംബിക്കുന്നത്. ഇനി അടുത്തത് പുഷ്കരാക്ഷക. പുഷ്കരം എന്ന് വെച്ചാൽ താമര എന്നർത്ഥം. താമരയ്ക്ക് തുല്യമായ അക്ഷഹ, നേത്രങ്ങളുള്ളവൻ, പുഷ്കരാക്ഷക. ഇനി 41ാമത്തെ നാമം മഹാസുനഹ. മഹത് എന്നാൽ പൂജിക്കപ്പെട്ടിട്ടുള്ളവൻ, പൂജ്യമായിട്ടുള്ളവൻ. സ്വനം എന്ന് വെച്ചാൽ ശബ്ദം എന്നർത്ഥം. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി തന്നെ ശബ്ദത്തിൽ നിന്നാണ്. ശബ്ദം എന്നാൽ പ്രണവമന്ത്രം. ആ ശബ്ദബ്രഹ്മമായിരിക്കുന്ന ഭഗവാൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് മഹാസുനഹ എന്ന നാമം. ഇനി അടുത്തത് അനാദിനിധനഃ. ആദിയും
അന്തവും ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ അനാദിനിധനഃ, ഭഗവാന് ജനന മരണമില്ലാത്തവൻ. നിധനമെന്ന് വെച്ചാൽ ഒടുക്കം, നാശം, മരണം എന്നൊക്കെയാണ് അർത്ഥം. അനാദി എന്ന് വെച്ചാൽ ആദി, തുടക്കം എന്നാണ്. അപ്പൊ ആദിയും അന്തവും ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഭഗവാനെ അനാദിനിധനഃ എന്ന നാമം. ദാത, 1000 തലയുടെ അനന്തനാണ് ഈ ലോകത്തെ താങ്ങി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ അനന്തന്റെ രൂപത്തിൽ വന്ന് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നവൻ എന്ന നാമത്തിൽ ഭഗവാന് ദാത എന്ന് നാമം. ഇനി അടുത്ത എന്താണ്? വിധാതാവ്. വിധാത, കർമ്മണാം തൽഫലാനാം ച കർത്താ വിധാത. കർമ്മങ്ങളുടെയും അതിൻ്റെ ഫലങ്ങളുടെയും കർത്താവാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് വിധാത എന്ന് പേര്. അപ്പോൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ആരുടെ അനുഗ്രഹം കൊണ്ടാണോ, ആരുടെ സാന്നിധ്യം കൊണ്ടാണോ, അതായത് ഭഗവാൻ നേരിട്ട് ഒന്നും ചെയ്യുന്നില്ല എങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എങ്ങനെയാണോ സൂര്യപ്രകാശത്തിൽ പ്രകാശം നടത്തുന്നത്, സൂര്യൻ ഇല്ല എങ്കിൽ എന്തെങ്കിലും നടക്കുമോ? അതുപോലെയാണ് ഇവിടെ ഭഗവാൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കറണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എങ്കിലും ഒരു ബൾബിട്ടാൽ പ്രകാശിക്കണമെങ്കിൽ എന്തിൻ്റെ സാന്നിധ്യം വേണം? കറണ്ടിൻ്റെ സാന്നിധ്യം വേണം. അതുപോലെയാണ് ഇവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവാന് നാമം വിധാത എന്ന്. ഇനി ധാതുരുത്തമഃ. ധാതുരുത്തമഃ എന്ന് പറഞ്ഞാൽ വിരിഞ്ചാതുൽകൃഷ്ടഃ. അതായത് ദാതാവിനേക്കാൾ ഉത്കൃഷ്ടമായവൻ. ദാതാവെന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മദേവൻ, വിരിഞ്ചൻ എന്ന് പറഞ്ഞാലും ബ്രഹ്മദേവൻ. അതിനേക്കാൾ ഉത്കൃഷ്ടനായവൻ, നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് ധാതുരുത്തമഃ. അപ്പൊ ധാതു എന്ന ശബ്ദത്തിന് ഭൂമി എന്നും അർത്ഥമുണ്ട്. നമ്മുടെ ശരീരത്തിനെ നിലനിർത്തുന്നത് ഈ സപ്തധാതുക്കളാണ്. അപ്പൊ ധാരണ ചെയ്യുന്നതിനെയാണ് ധാതു എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള സർവധാതുക്കളിലും വെച്ച് ശ്രേഷ്ഠമായ ധാതുവാണ് ചിത്ത്. ചിത്തെന്ന് വെച്ചാൽ ചൈതന്യം, ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണമായ ചൈതന്യം. ആ ചൈതന്യമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ശ്രേഷ്ഠമായ ധാതു അത് ചിത്താണ്. അതുകൊണ്ട് ഭഗവാന് നാമം എന്താണ്? ധാതുരുത്തമഃ എന്ന നാമം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 6. അപ്രമേയോ ഋഷികേശ പത്മനാഭോ മരപ്രഭു വിശ്വകർമാ മനസ്തുഷ്ടസ്തവിഷ്ടസ്തവിരോ ധ്രുവ. ഈ ശ്ലോകത്തില് 10 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇവിടെ ആദ്യത്തെ നാമം അപ്രമേയഃ. പ്രമേയം എന്നാൽ അറിവിൻ്റെ വിഷയം എന്നർത്ഥം. അപ്പൊ പ്രമാണം അറിയാൻ ഉപകരിക്കുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് നമ്മുടെ കണ്ണ് കാണിച്ചു തരുവാനുള്ള ഉപകരണമാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അതുപോലെ നമ്മുടെ മറ്റ് ചെവികളെ, ഈ പഞ്ചേന്ദ്രിയങ്ങളെ എല്ലാം ഓരോ അവയവങ്ങളും അറിയുവാനുള്ള പ്രമാണമാണ്. അപ്പൊ ഈ പ്രമാണത്തിന് വിഷയമാകുന്നത് പ്രമേയം എന്ന് പറയും. പ്രമാതാവ്,
അപ്പൊ അറിയുന്ന ആളിനെ ആണ് പ്രമാതാവ് എന്ന് പറയുന്നത്. ഇവിടെ പ്രമ എന്ന അർത്ഥത്തിന് അറിവ് എന്നാണ് അർത്ഥം. ഇവിടെ ഭഗവാന് നാമം എന്താണ്? അപ്രമേയം, അറിവിന് വിഷയമല്ലാത്തത്. നമുക്ക് അറിവ് പല രീതിയിൽ ഉണ്ട്, അതിന് വിഷയം അല്ലാത്തതാണ് ഭഗവാൻ. അതാണ് ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. വേദാന്ത ഭാഷയിൽ ഇന്നതിന്ന പ്രമാണമെന്ന് പറയും. പ്രത്യക്ഷം ഒരു പ്രമാണമാണ്. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നത്, അത് ഇല്ല എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. അപ്പം അതുപോലെ ആണ് ശബ്ദം, നാവുകൊണ്ട് രുചിച്ചറിയുവാനുള്ള ആ രസം, ത്വക്കുകൊണ്ട് സ്പർശിച്ചറിയാനുള്ള ആ സ്പർശം, ആ ഘ്രാണേന്ദ്രിയം കൊണ്ട് മണത്തറിയുവാനുള്ള ആ ഗന്ധം, ഇങ്ങനെ ശബ്ദാദി വിഷയങ്ങളെല്ലാം എന്താണ്? പ്രത്യക്ഷ വിഷയങ്ങളാണ്. അപ്പോൾ ഈ പ്രത്യക്ഷ പ്രമാണങ്ങളെ കൊണ്ട് നമ്മൾ അറിയുന്നു. എന്നാൽ ഈശ്വരന് ഈ 5 വിഷയങ്ങളിൽ പെടുകയില്ല. അതാണ് അശബ്ദം, അസ്പർശം, അരൂപം, അരസം, അഗന്ധം എന്നാണ് വേദത്തിൽ ഈശ്വരനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈശ്വരന് ശബ്ദമില്ലാത്തതും സ്പർശമില്ലാത്തതും രൂപമില്ലാത്തതും രസമില്ലാത്തതും മായ നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഭഗവാൻ. അപ്പോൾ പ്രത്യക്ഷ വിഷയം അല്ല എന്ന് സാരം ഭഗവാൻ. പിന്നെ ഉള്ളത് എന്താണ്? അനുമാനമെന്ന് പറയും മറ്റൊരു വിഷയത്തിൽ. അവ പ്രത്യക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊന്നിനെ ഗസ് ചെയ്ത് നമ്മൾ പറയുന്നു. ഉദാഹരണത്തിന്, പുക കാണുമ്പോൾ അവിടെ തീ ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്നു. തീ പക്ഷേ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം അവിടെ തീ കാണേണ്ട ആവശ്യമില്ല. ആ പുകയുണ്ടെങ്കിൽ തീ ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കുകയാണ്. അപ്പൊ അതിനെയാണ് അനുമാനമെന്ന് പറയുന്നത്. അപ്പൊ പ്രത്യക്ഷമോ ഇല്ല, പ്രത്യക്ഷമല്ലാത്തപ്പോൾ എങ്ങനെയാണ് നമ്മൾ അനുമാനിക്കുന്നത്? നമ്മുടെ മുന്നിൽ കാണാത്ത ഒരു സാധനത്തിനെ നമ്മൾ അനുമാനിക്കുന്ന എങ്ങനെയാണ്? ഈ പുകയുള്ളപ്പോൾ നമ്മൾ അവിടെ തീ ഉണ്ട് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. എന്നാൽ ഭഗവാനെ അതിലും വിഷയമല്ല എന്ന് സാരം. ഭഗവാനെ അനുമാനത്തിലും പെടുത്താൻ സാധിക്കുകയില്ല. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ അതുപോലെ എന്നൊക്കെ നമ്മൾ ഓരോന്നും ഉപമിച്ച് പറയും. അതിനാണ് ഉപമാനം എന്ന് പറയുന്നത്. ഒന്നിനോടൊന്ന് സാദൃശ്യം പറയും, ഇതുപോലെയാണ് എന്ന് നമ്മൾ പറയുന്ന. അങ്ങനെയും ഭഗവാനെ ഉപമിക്കുവാൻ സാധ്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെന്താണ്? ഭഗവാൻ പ്രമേയമല്ല, അറിവിന് വിഷയമല്ല എന്നതുകൊണ്ട് അറിയുന്ന ആളുടെ സ്വരൂപമാണ് എന്ന് നാം ചിന്തിക്കണം. അപ്പം മറ്റൊരു ഒബ്ജക്റ്റിനെ അറിയുന്നത് പോലെ ഭഗവാനെ അറിയുവാൻ സാധ്യമല്ല. അറിയുന്ന ആളുടെ സ്വരൂപമാണ്. അതുകൊണ്ട് മറ്റു പ്രമാണങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ വേദം മാത്രം ശബ്ദപ്രമാണമായി പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മുടെ തെറ്റിദ്ധാരണകളെ നീക്കാനാണ് വേദം ഇവിടെ ആത്മസ്വരൂപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതല്ല ഇതല്ല, എല്ലാം മാറ്റിക്കഴിഞ്ഞ് പിന്നെ എന്ത് ശേഷിക്കുന്നുവോ എല്ലാത്തിനും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ദൃഷ്ടാവായിട്ടിരിക്കുന്ന ആളാണ് ആത്മാ എന്ന്
ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വ്യാഖ്യങ്ങൾ തത്വമസി എന്ന മഹാവാക്യങ്ങളിലൂടെ അത് നീയാകുന്നു എന്ന ആ സത്യത്തിലേക്ക് തിരിക്കുകയാണ് ഇവിടെ വേദം. അപ്പൊ ഭഗവാനെ അറിയുവാൻ മറ്റു പ്രമാണങ്ങൾ ശക്തമല്ല. അതുകൊണ്ട് ഭഗവാൻ അപ്രമേയ എന്ന് ഭഗവാന് നാമം. രണ്ടാമത്തേത് ഋഷികേശക. ഋഷികാണി ഇന്ദ്രിയാണി തേഷാം ഈശഃ. അപ്പൊ ക്ഷേത്രജ്ഞരൂപക. ഋഷിഗണങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ദ്രിയങ്ങൾ, അവയെ ഈശിക്കുന്നവൻ. ക്ഷേത്രജ്ഞ രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരിലും കുടികൊള്ളുന്നവൻ എന്നർത്ഥം. അപ്പൊ നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാവ്, ത്വക്ക്, ഇതൊക്കെ എന്താണ്? ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ ഇതിനെയാണ് ഋഷിഗണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഈശിക്കുന്നവൻ തേഷാം. തേഷാം എന്ന് വെച്ചാൽ നിയന്താവെന്നർത്ഥം. നമ്മുടെ കണ്ണ് കാണുന്നത് ആരുടെ പ്രേരണ കൊണ്ടാണ്? ആരുടെ സാന്നിധ്യം കൊണ്ടാണ്? ആരുള്ളത് കൊണ്ടാണ് ഈ കാതിന് കേൾക്കാനുള്ള കഴിവ് കിട്ടുന്നത്? ആരുടെ സാക്ഷ്യം കൊണ്ടാണ്? ഇതൊക്കെ നമുക്ക് സ്പർശിച്ചറിയുവാനുള്ള കഴിവ് ആരാണ് നൽകിയിരിക്കുന്നത്? അതുപോലെ നാവിന് രുചിക്കാൻ ആരാണ് നമുക്ക് ആ നാവിലെ രസം തന്നിരിക്കുന്നത്? ആരാണ്? മൂക്കിന് മണം അറിയാൻ ആരാണ് നമുക്ക് ആ ഗന്ധം തന്നിരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ തന്നിരിക്കുന്നത് ഓരോരുത്തരുടെയും ക്ഷേത്രജ്ഞനായി കുടികൊള്ളുന്ന ആ ഈശ്വര ചൈതന്യമാണ്. ഇതിനെയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഉള്ളില് ഒരു നിയന്താവായിട്ടിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അപ്പൊ അതിനെയാണ് ഋഷികേശൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ക്ഷേത്രജ്ഞനായി കുടികൊള്ളുന്നു. അതുകൊണ്ട് ഭഗവാന് നാമം ഋഷികേശക എന്ന് നാമം. ഇനി മറ്റൊരു അർത്ഥം കൂടി ഇതിന് പറയുന്നുണ്ട് ഋഷികേശന്. സൂര്യരൂപവും ചന്ദ്രരൂപവുമായിരിക്കുന്ന ആ തോഷിപ്പിക്കുന്ന ജഗത്തിന് ആഹ്ലാദം കൊടുക്കുന്നത് രശ്മികൾ. ആ രശ്മികൾ ആരുടെയാണോ അവർ ഋഷികേശൻ. അപ്പൊ ഈ ജഗത്തിനെ സന്തോഷിപ്പിക്കുന്ന രശ്മികൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ സൂര്യനും ചന്ദ്രനും പകല് സൂര്യൻ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് വെളിച്ചവും ചൂടുമെല്ലാം ലഭിക്കുന്നത്. അതുപോലെ രാത്രിയിൽ നമ്മൾ സന്തോഷിക്കുന്നത്, ആ ശീതകിരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ചന്ദ്രനുള്ളത് കൊണ്ടാണ്. അപ്പൊ രാത്രിയിൽ നമുക്ക് ഈ ശീതസ്പർശം നമ്മളെ സഹായിക്കുന്നു. പകല് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സൂര്യന്റെ ഉഷ്ണകിരണങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഈ കിരണങ്ങൾ വാസ്തവത്തിൽ ആരുടെയാണ്? അതിനെയാണ് ഇവിടെ ഋഷികേശൻ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലെ പുരുഷോത്തമ യോഗത്തില് 12-ാം ശ്ലോകത്തിൽ കൂടി വിശദമായിട്ട് പറയുന്നുണ്ട്. യദാദിത്യഗതം തേജോ ജഗത് ഭാസയതേ അഖിലം യത് ചന്ദ്രമസി യത് അഗ്നൗ തത് തേജോ വിദ്ധി മാമകം എന്ന് 12-ാം ശ്ലോകത്തിൽ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ സൂര്യനിലുള്ള തേജസ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ചന്ദ്രനിലുള്ള തേജസ്സിന്റെ പ്രകാശം, അഗ്നിയുടെ ഉഷ്ണവും അതെല്ലാം എന്റേതാണെന്നറിഞ്ഞാലും എന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ കൂടി നമ്മളെ അറിയിപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ഋഷികേശക എന്ന നാമം. ഇനിയും പത്മനാഭക, സർവജഗൽക്കാരണം. പത്മം അത് സർവജഗത്തിന് കാരണമായിരിക്കുന്ന ആ പത്മം ആരുടെ നാഭിയിലാണോ ഉള്ളത് അവൻ പത്മനാഭൻ. അപ്പൊ എന്താണ് പത്മം? സർവജഗൽക്കാരണം. ഈ ലോകത്തിൻ്റെ രൂപമാണ് പത്മം. അപ്പൊ ഭഗവാന്റെ നാവിയിൽ നിന്ന് പൊങ്ങി വന്ന
ഈ താമരയിൽ നിന്നും വിശ്വത്തിൻ്റെ പ്രതീകമാണ് ഈ താമര. അപ്പൊ ഈ വിശ്വം തന്നെയാണ് എന്ന് അർത്ഥം. ഭഗവാന്റെ നാഭിയിൽ നിന്ന് വരുന്നത് ഭഗവാൻ ആ ബ്രഹ്മമാണ്. അത് പരമകാരണം എന്താണ്? ബ്രഹ്മമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ലോകത്തിന് കാരണമായി ഇരിക്കുന്നവൻ പത്മനാഭൻ. അപ്പൊ ഭഗവാന് പ്രപഞ്ചത്തിൻ്റെ കാരകനാണ്. ഈ ലോക രൂപം കൊള്ളിക്കുവാൻ ഭഗവാനെ ആശ്രയിച്ചാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. എന്നാൽ ഇത് പ്രളയകാലത്ത് ഇതെല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നു. ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ താമരയുടെ വിവിധ വർണ്ണങ്ങളും അതിലെ പൂമ്പൊടിയും അതിൻ്റെ അരികളും അതിൻ്റെ തണ്ട് ഒക്കെ ദളങ്ങള് ഒക്കെ ഓരോ വൈവിധ്യങ്ങളെ നമ്മളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് അത് ആ താമര പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഗുണത്തിനും അതിൻ്റെ മണത്തിനും നിറത്തിനുമൊക്കെ വ്യത്യാസമുണ്ട്. അതാണ് ലോകത്തിൻ്റെ നാനാത്വത്തെ കാണിക്കുവാൻ വേണ്ടി ഉള്ള പ്രതീകമാണ് താമര. ഇനിയും അതുകൊണ്ട് ഭഗവാന് നാമം പത്മനാഭൻ. ഇനിയും പറയുന്നത് എന്താണ്? അമരപ്രഭു, അമരാണാം പ്രഭു. അമരന്മാരെന്നാൽ ദേവന്മാർ. അപ്പൊ ദേവന്മാർക്ക് ദേവലോകത്ത് മരണമില്ല. അതുകൊണ്ടാണ് അവരെ അമരന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദേവലോകത്തിരിക്കാനുള്ള കാലത്തിന് സത്യത്തിൽ പരിമിതിയുണ്ട്. ഓരോരുത്തരും അവരവർ ചെയ്ത പുണ്യത്തിൻ്റെ ആ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ നിന്നും മാറിക്കൊടുക്കേണ്ടി വരും. അവരുടെ പുണ്യകാലം വരെ അവർക്ക് അവിടെ സ്ഥാനമുള്ളൂ. ആ പുണ്യത്തിൻ്റെ കാലം കഴിഞ്ഞു കഴിയുമ്പോൾ അവര് അതിൽ നിന്നും മാറിക്കൊടുക്കണം. അപ്പൊ ഇന്ദ്രനായിട്ട് ജനിക്കുന്നത് ഭൂമിയിൽ ചെയ്ത പുണ്യം കൊണ്ടാണ്. 100 അശ്വമേധ യാഗം ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ഇന്ദ്രനാകാൻ സാധിക്കുന്നത്. അതാണ് ശതക്രതു എന്ന് പറയുന്നത്. ശതം എന്ന് വെച്ചാൽ 100, ക്രതു എന്ന് വെച്ചാൽ യജ്ഞം. അപ്പൊ ഇതുപോലെ വലിയ വലിയ പുണ്യങ്ങൾ ചെയ്യുന്നവരാണ് വായു ഭഗവാനായിട്ടും വരുണദേവനായിട്ടും അഗ്നിദേവനായിട്ടും യമനായിട്ടും ഒക്കെ ജനിക്കുന്നത് എന്ന് സാരം. അപ്പം അവരുടെ പുണ്യം കഴിയുമ്പോൾ അവർക്ക് ആ സ്ഥാനത്തു നിന്നും മാറേണ്ടി വരും. വേറെ ആൾക്കാർ ആ സ്ഥാനത്ത് വന്നു ചേരും. ഇവിടെ മന്ത്രിസഭ തെരഞ്ഞെടുക്കുന്നത് പോലെ അവരവരുടെ പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും അവർ ഭൂമിയിലേക്ക് വരേണ്ടി വരും. അങ്ങനെയാണ് സ്വർഗത്തിൻ്റെ വ്യവസ്ഥ. അല്ലാതെ അവര് പെർമനൻ്റായിട്ട് ഒരു ഇന്ദ്രനായിട്ടോ വരുണനായിട്ടോ ഒന്നും പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ടിരിക്കുകയില്ല എന്ന് സാരം. അപ്പം നമ്മൾക്കും ഇതുപോലെ യാഗങ്ങളും പുണ്യകർമ്മങ്ങളും നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ നമുക്കും ആ സ്ഥാനത്തെത്താൻ സാധിക്കും എന്നാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അടുത്ത മന്വന്തരത്തില് ഇന്ദ്രൻ എന്ന ആള് മാറും. ആ മന്വന്തരമാണ് അവർക്ക് കണക്ക്. ഒരു മന്വന്തരം എന്നുള്ളത് ആ കാലത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ ആയുസ് അത് കഴിയുമ്പോൾ അവർ ആ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വരും. അപ്പൊ ഇതെല്ലാം നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാനെ അമരപ്രഭു എന്നു നാമം. അപ്പം അവരുടെ എല്ലാം പ്രഭുവായിട്ടിരിക്കുന്നത് ആരാണ്? ഭഗവാൻ. അപ്പൊ അവയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ അമരപ്രഭു എന്ന നാമം. എന്നാൽ പൂന്താനം ചൊല്ലി
മരപ്രഭു എന്ന്. അതുകൊണ്ട് ആ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് പൂന്താനം. അതുകൊണ്ട് അതും ആ നാമവും ഭഗവാൻ സ്വീകരിച്ചു. മരപ്രഭു എന്ന്, മരത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗുരുവായൂര്. അതുകൊണ്ട് ഭഗവാനെ മരപ്രഭു എന്നും നാമം. അപ്പൊ പൂന്താനത്തിന് പ്രത്യക്ഷമായ ഒരു രൂപം കൊടുത്തതുകൊണ്ട് മരപ്രഭു എന്ന് ഭഗവാന് നാമം ലഭിച്ചു. അങ്ങനെ പൂന്താനത്തിന് ഭഗവാൻ അനുവാദം കൊടുത്തതാണ് മരപ്രഭു എന്ന് വിളിച്ചോളാൻ. അപ്പൊ അതുകൊണ്ട് ഭഗവാന് മരപ്രഭു എന്ന് നാമം. ഇനി അടുത്തത് വിശ്വകർമ്മ. വിശ്വത്തെ, ആ വിശ്വം കർമ്മയസ്യ, സർവകർമ്മവും ആരുടെയാണോ അവൻ വിശ്വകർമ്മ. അപ്പൊ വിശ്വകർമാവിനെ പോലെയുള്ളവൻ എന്ന അർത്ഥത്തിലും ഭഗവാനെ വിശ്വകർമ്മ എന്ന് നാമം. ഇനിയും എന്തെല്ലാം ചെയ്യുന്നുവോ, വിശ്വകർമാവ് ചെയ്യുന്നത് പോലെ എന്തെല്ലാം കഴിവ് ഉണ്ടോ ആ കഴിവിനെയാണ് ഭഗവാന്റെ നാമമായി ഇവിടെ വിശ്വകർമ്മ എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് നാമം വിശ്വകർമ്മ എന്ന നാമം. ഇനി മനുഹു, മനാദ മനുഹു, മനനം ചെയ്യുന്നവൻ മനു. അപ്പൊ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നർത്ഥം. നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും പ്രവൃത്തിയാണ് മനനം. അത് ചെയ്യാൻ കഴിവുള്ളവൻ മനു. അപ്പൊ മനുവിൻ്റെ പിൻതലമുറക്കാരാണ് മനുഷ്യരായിട്ടുള്ള നമ്മളെല്ലാവരും. നമ്മളെല്ലാം ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. മനു എന്ന ശബ്ദത്തിന് ചിന്തകൾ എന്നാണ് അർത്ഥം. അപ്പൊ വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നു. അതാരാണ്? ഈശ്വരൻ. അപ്പൊ എല്ലാവരുടെയും ഉള്ളിൽ ബോധസ്വരൂപനായി നിലകൊള്ളുന്നത് ഈശ്വരൻ തന്നെ. അപ്പൊ മനു എന്നതിന് വേറെ ഒരു അർത്ഥം കൂടിയുണ്ട്, മന്ത്രം എന്നർത്ഥമുണ്ട്. വേദങ്ങളിലുള്ള മന്ത്രം ഭഗവാന്റെ തന്നെ സ്വരൂപമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ മന്ത്രമൂർത്തിയാണ്. ഇനി മറ്റൊരർത്ഥം കൂടിയുണ്ട്, പ്രജാപതി എന്നും മനുവിന് അർത്ഥമുണ്ട്. അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രനായി അവതരിച്ച് പ്രജകളെ സൃഷ്ടി കർമ്മത്തില് സഹായിക്കുന്ന ആളിനെയാണ് പ്രജാപതി എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രജാപതിയിൽ ഒരാളാണ് ഇവിടെ മനു. ആ മനുവാണ് സൃഷ്ടികർമ്മം ചെയ്ത് അച്ഛനെ പോലെ അച്ഛനെ സഹായിക്കുന്നതിലേക്ക് വന്നത്. അപ്പം പ്രജാപതിമാരെ ആരൊക്കെയെന്ന് ചോദിച്ചാൽ വസിഷ്ഠൻ, കൃതു, പുലഹൻ, പുലസ്ത്യൻ, അത്രി, അങ്കിരസ്, ദക്ഷൻ, കശ്യപൻ, മരീചി, ഇവരൊക്കെ പ്രജാപതിമാരാണ്. പ്രജാപതിമാരെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ച് അവരതിലൂടെ സൃഷ്ടികർമ്മം അനുഷ്ഠിച്ചിട്ട് ലോകത്തിന് മാതൃക കാണിക്കുന്നവർ. അതായത് നിവൃത്തിധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അവര് സന്യാസിമാരായി പോകുന്നവരല്ല എന്ന് സാരം. ഈ സന്യാസിമാരെ ഒരിക്കലും പ്രജാപതിമാരെന്ന് പറയുകയില്ല. അപ്പൊ പ്രജാപതികൾ അല്ലാത്തവരാരൊക്കെയാണ്? സനകാദികള്, നാരദന്, ശുഗന്, ഇവരൊക്കെ വിവാഹം കഴിക്കാതെ ബ്രഹ്മചാരികളായിട്ടുള്ള ഋഷീശ്വരന്മാരാണ്. അപ്പൊ സൃഷ്ടികർമ്മം നടത്തി അങ്ങനെ ജീവിതം, ഋഷിയായിട്ട് ജീവിതം നയിക്കുന്ന ആളാണ് ഇവിടെ സായംഭൂമനുവും ശതരൂപയും. അവരിൽ കൂടിയാണ് പിന്നെ സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നത്. ഭൂമിയിലെ സൃഷ്ടികർമ്മങ്ങൾ നടന്നത് ഈ സായംഭൂമനുവിലും ശതരൂപയിലും കൂടിയാണ്. അവരുടെ മക്കളാണ് ഉത്താനപാദൻ, പ്രിയവ്രതൻ,
ആഹൂതി, ദേവഹൂതി, പ്രസൂതി. പിന്നീട് ഇവരിലൂടെയാണ് പിന്നെ സന്തതി പരമ്പരകൾ സൃഷ്ടി വർദ്ധിച്ചു വരുന്നത്. അപ്പം ഒരു കൽപ്പത്തില് 14 മനുക്കളുണ്ട്. ബ്രഹ്മദേവന്റെ ഒരു പകലിനെയാണ് കൽപ്പം എന്ന് പറയുന്നത്. അത് 14 മനുക്കളാണ് 14 മന്വന്തരങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെ മനുക്കൾ ഇങ്ങനെ മാറി മാറി വരുമെന്ന് സാരം. അപ്പൊ ബ്രഹ്മദേവന്റെ ഓരോ പകലിലും ഓരോ മനുക്കൾ ഉണ്ടാകും. 1000 ചതുർയുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു പകല്. അപ്പൊ 1000 ചതുർയുഗത്തില് 1000 ചതുർയുഗത്തില് 14 മന്വന്തരങ്ങൾ. അങ്ങനെ വരുമ്പോഴ് 71 ചതുർയുഗങ്ങളാണ് ഒരു മനുവിന്റെ കാലം. അപ്പൊ പ്രജാപതിയെ മനു എന്ന ശബ്ദം കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പം ഈ മനുവിന് 3 അർത്ഥമാണ് ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത്. 1 ചിന്തകൻ എന്നർത്ഥവും, 2 മന്ത്രം എന്നർത്ഥവും, 3 പ്രജാപതി എന്ന അർത്ഥവും. ഇനി അടുത്തത് ത്വഷ്ട. ത്വഷ്ട എന്ന് പറഞ്ഞാല് ഈ സംഹാര സമയേ സർവഭൂത തനു കരുണാ ത്വഷ്ട. ത്വച്ച എന്ന ധാതുവിൽ നിന്നാണ് ഇവിടെ ത്വഷ്ട എന്ന ശബ്ദം ഉണ്ടായിരിക്കുന്നത്. ത്വച്ച എന്ന് പറഞ്ഞാൽ ക്ഷയിപ്പിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ത്വഷ്ട എന്ന് പറഞ്ഞാൽ ക്ഷയകൃത്ത്. ആ സംഹാര സമയത്ത് ഈ ലോകത്തെ സ്ഥൂല രൂപത്തിൽ നിന്ന് തനുവാക്കി, അത് തനുവാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മ രൂപത്തിലേക്ക് ലയിപ്പിക്കുക. പിന്നീട് അത് കാണാതെയാകും. അപ്പൊ കാണുന്നതെല്ലാം എന്ത് ചെയ്യും? പൊടി 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 പൊടിയായി അതിൻ്റെ സൂക്ഷ്മ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തെങ്കിലും രൂപമുണ്ടോ? ഒരു രൂപവുമില്ല. അത് അവ്യക്തമാകും. അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രളയകാലത്ത് ജലരൂപമാക്കും. പിന്നെ ആ ജലത്തിനെ അഗ്നിരൂപമാക്കും. പിന്നീട് ആ അഗ്നിയെ എന്താക്കും? വായു രൂപമാക്കും. ആ വായുവിനെ എന്താക്കും? ആകാശ രൂപമാക്കും. അപ്പൊ ആകാശത്തെ പിന്നീട് എന്താണ്? അവ്യക്തമാകും. അങ്ങനെ അതിൻ്റെ കാരണത്തിലേക്ക് ലയിപ്പിക്കും. അതാണ് ഈ പ്രളയകാലത്ത് പിന്നീട് ഒന്നും കാണാതെ വരുന്നത്. ശൂന്യതയിലേക്ക് പോകുമെന്ന് സാരം. പിന്നെ അവിടെ ഒന്നും ഉണ്ടായിരിക്കേയില്ല. ആ ഉണ്ടായിരുന്നതെല്ലാം എന്ത് ചെയ്തു? സൂക്ഷ്മ രൂപത്തിലേക്ക് ക്ഷയിപ്പിച്ചു കൊണ്ടുപോകും. അത് ആരാണോ ചെയ്യുന്നത്, അപ്പൊ ആ ആളിന്റെ പേരാണ് ത്വഷ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന് ത്വഷ്ട എന്ന നാമം കിട്ടിയത്. അപ്പൊ ത്വഷ്ടാവ് എന്നൊരു ദേവനുമുണ്ട്. മറ്റൊരർത്ഥത്തിൽ വിശ്വകർമ്മ എന്ന ആ ദേവശില്പിയെ ത്വഷ്ടാവെന്ന് പറയും. അപ്പോൾ അവരെ എല്ലാം നമ്മൾ കണക്കാക്കേണ്ട ആരായിട്ടാണ്? ഭഗവാന്റെ അംശങ്ങളാണ്. മുഖ്യ അർത്ഥം ഇവിടെ പറയുന്നത് ആ സംഹാര സമയത്ത് പ്രപഞ്ചത്തെ ക്ഷയിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് ത്വഷ്ട എന്ന് നാമം. ഇനി അടുത്തത് എന്താണ്? സ്തവിഷ്ടഃ. അതിശയേന സ്ഥൂലഃ. സ്ഥൂലം എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. നല്ലവണ്ണം തടിച്ചവൻ എന്ന അർത്ഥത്തിലാണ് സ്തവിഷ്ടം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വിശ്വത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വമെന്ന് പറഞ്ഞാൽ വിരാട് എന്ന് പറയും. നമ്മള് നാരായണീയത്തിൽ കൂടി ദശകം 5 വിരാട് പുരുഷോൽപത്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ആ വിശ്വം ഭഗവാന്റെ സ്ഥൂല രൂപമാണ്. അപ്പൊ പ്രപഞ്ചം തൻ്റെ ശരീരമായിരിക്കുന്നവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിൽ തന്നെ അടക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് സ്തവിഷ്ടഃ എന്ന നാമം. ഇനി അടുത്തത് എന്താണ്? സ്ഥവിരോധ്രുവഃ. സ്ഥവിരൻ എന്ന വാക്കിനർത്ഥം പുരാണഃ എന്നാണ്. വൃദ്ധൻ എന്ന്
പറയും ഇവിടെ സ്ഥവിരൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഭഗവാൻ ഏറ്റവും ആദ്യം ഉണ്ടായവൻ. അപ്പൊ ഏറ്റവും വയസ്സൻ ആരാണെന്ന് ചോദിച്ചാൽ പരമകാരണനായ ആ ഭഗവാൻ തന്നെ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അപ്പൊ ഏറ്റവും വയസ്സനും ഏറ്റവും ക്ഷീണിച്ചവനും ഭഗവാൻ തന്നെ എന്നിവിടെ പറയുന്നു. അപ്പം അതുകൊണ്ടാണ് ധ്രുവഹ എന്ന് പറഞ്ഞ്. ധ്രുവഹ എന്ന് ഉള്ള വാക്കിന്റെ അർത്ഥം സ്ഥവിരൻ എന്നാണ്. യാതൊരു ക്ഷയവും ഇല്ലാത്തവൻ. ഭഗവാന് ഈ ലോകത്തെ ക്ഷയിപ്പിച്ചാലും ഭഗവാന് യാതൊരു ക്ഷയവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഭഗവാന് നാമം സ്ഥവിരൻ എന്ന നാമം. അപ്പം ആ നാമത്തെ വിശേഷിപ്പിച്ചതാണ് ഇവിടെ ധ്രുവ എന്ന ശബ്ദം കൊണ്ട്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 7. അഗ്രാഹ്യ ശാശ്വത കൃഷ്ണോ ലോകിതാക്ഷ പ്രദർശന പ്രഭൂത ത്രികകുദ്ധാമ പവിത്രം മംഗളം പരം. ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാന് 9 നാമങ്ങളാണ് പറയുന്നത്. അഗ്രാഹ്യ, ഗ്രഹിക്കാൻ പറ്റാത്തത്. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നു, കർമ്മേന്ദ്രിയൈഹി ന ഗ്രഹ്യതേ യദി അഗ്രാഹ്യഃ. കർമ്മേന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഭഗവാന് നാമം അഗ്രാഹ്യഃ. അപ്പൊ കർമ്മേന്ദ്രിയങ്ങൾ എന്തൊക്കെയാണ്? വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം. അപ്പൊ വാക്കുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തത്, അതായത് ഭഗവാനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ഇന്നതാണെന്ന് ഫലിപ്പിക്കാൻ സാധിക്കാത്തത്. അപ്പൊ വേദങ്ങൾ പോലും ബ്രഹ്മതത്വത്തെ കുറിച്ച് പറയുമ്പോൾ നിസ്സഹായമായിട്ടാണ് പറയുന്നത്. യഥോ വാചോ നിവൃത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഏതൊന്നിനെ കുറിച്ച് വാക്കുകളെ കൊണ്ട് പറയാൻ ശ്രമിക്കുമ്പോൾ വാക്കും മനസ്സും അവിടെ നിന്ന് പിന്തിരിയുന്നു, അതിനെ പ്രാപിക്കാതെ മടങ്ങി വരുന്നു എന്ന് സാരം. അപ്പം ഭഗവാനെ നമുക്ക് ഒരു തരത്തിലും ഗ്രഹിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇവിടെ 6-ാം ശ്ലോകത്തിൽ കൂടി നമ്മൾ കണ്ടു അപ്രമേയ എന്ന് പറഞ്ഞു. അപ്രമേയം എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയാത്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? അഗ്രാഹ്യത, കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ സാധ്യമല്ല ഭഗവാനെ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാനെ ഒരു തരത്തിലും നമ്മുടെ പിടിയിൽ ഒതുക്കുവാൻ സാധ്യമല്ല എന്ന് സാരം. അതുകൊണ്ട് ഭഗവാൻ അഗ്രാഹ്യ. രണ്ടാമത്തേത് ശാശ്വത, എപ്പോഴും ഉള്ളത്. സർവേഷു കാലേഷു, ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും മുമ്പും പിമ്പും ഒക്കെ ഉള്ളത് ഭഗവാൻ മാത്രം. ചതുർശ്ലോകി ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാഭീകമലത്തിൽ നിന്ന് ജനിച്ച് ബ്രഹ്മദേവനായിക്കൊണ്ട് ഭഗവാന്റെ തത്വം പറഞ്ഞു കൊടുക്കുന്നതാണ് ആദ്യത്തെ ഭാഗവതം. അതിൻ്റെ വിസ്താരമാണ് പിന്നീട് ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. നാരദ മഹർഷി അത് വ്യാസന് പറഞ്ഞു കൊടുത്തു. അതാണ് ഭാഗവതമായി രചിച്ചിരിക്കുന്നത്. അപ്പൊ ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുന്നുണ്ട്, അകമേ വാസമേ ആഗ്രാൻ അന്യത് യത് സത്തത്പരം പശ്ചാത് അകം യദേതച്ഛ യോവാ ശിഷ്യദോസ്മഹം. അഹമേ വാസമാഗ്രി, ഞാൻ മാത്രമേ മുമ്പുണ്ടായിരുന്നുള്ളൂ, ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന്
ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ചു പറയുന്ന ശ്ലോകമാണ്. അപ്പൊ ഞാൻ എല്ലാം ഇല്ലാതായാലും യോവാശിഷ്യതോസ്മ്യഹം. യോവാശിഷ്യത എന്ന് വെച്ചാൽ ആര് ശേഷിക്കുമോ അത് ഞാനാകുന്നു. പ്രളയകാലത്തെ എല്ലാം ഇല്ലാതാകുന്നു, എന്നാൽ ശേഷിക്കുന്നതെന്തോ അത് ഭഗവാനാകുന്നു. ഏതച്ഛ. അപ്പം ഈ കാണുന്ന ജഗത്തായിട്ടിരിക്കുന്നതും ഞാൻ തന്നെ. വർത്തമാനത്തിലും ഭൂതത്തിലും ഭാവിയിലും എല്ലാം ഭഗവാൻ തന്നെ എന്ന് സാരം. ഒരു കാലത്തും ഭഗവാന് മാറ്റമില്ല, നാശമില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ ശാശ്വത എന്ന് നാമം. ഇനി കൃഷ്ണ എപ്പോഴും ആനന്ദമായിട്ടിരിക്കുന്നവൻ. പിന്നൊരർത്ഥം കൂടിയുണ്ട്, കർത്തവർണ്ണനോടുകൂടിയവൻ. ഇവിടെ ആചാര്യ ഭഗവത്പാദർ പറയുന്നു സദാ ആനന്ദാത്മക കൃഷ്ണ എന്ന്. എല്ലാ സമയത്തും ആനന്ദമയനായിരിക്കുന്നവൻ കൃഷ്ണൻ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഭഗവാൻ ആനന്ദമയനായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഋഷി ഭൂവാചക ശബ്ദതോ നച്ച നിർവൃതിവാചക വിഷ്ണു തത് ഭാവയോഗാച്ച കൃഷ്ണോ ഭവതി ശാശ്വതഃ ഇതി വ്യാസവചനാത്. വിഷ്ണു പുരാണത്തിലും ഭാഗവതത്തിലും കൃഷ്ണൻ എന്ന നാമത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കൃഷു എന്ന ധാതു ആണ് ഭൂ എന്ന അർത്ഥത്തിലാണ് ഇവിടെ സത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഭൂസത്താം ഭവതി. ഭൂസത്താം ഭവതി, ഭൂ സത്തായി ഭവിക്കുന്നു, ഉണ്ടാകുന്നു. അപ്പൊ കൃഷ് എന്ന ധാതുവിന്റെ അർത്ഥം സത്ത് എന്നർത്ഥം. നച്ച നിർവധിതായ. അപ്പൊ അവിടെ നകാരം, അത് നിർവധിയെ കാണിക്കുന്നു. അപ്പൊ നിർവൃതി എന്നത് നന്ദ് എന്ന ധാതുവിൽ നിന്നാണ് ഈ ശബ്ദം ഉണ്ടായിരിക്കുന്നത്. നന്ദതി നകാരമാണ്, അത് ആനന്ദദായകമാണ്. അപ്പൊ ഇവിടെ രണ്ട് ധാതുക്കളാണ് കൃഷ നന്ദ്. ഈ ശബ്ദത്തിൽ കൂടി കൃഷ്ണ എന്ന ശബ്ദവും അതിനെ സത്തിനെയും ആനന്ദത്തിനെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഭഗവാൻ സച്ചിദാനന്ദം. ഇനി അടുത്തത് ലോകിതാക്ഷക. ലോകിതേ അക്ഷിനേ യസ്യായിതി ലോകിതാക്ഷക. ലോകിതം എന്ന് വെച്ചാൽ ചുവന്നത്. അപ്പോൾ ഭഗവാന്റെ രണ്ട് കണ്ണുകൾ ചുവന്നതാണ്. ഭഗവാനെ ഉപവസിക്കുവാൻ വേണ്ടി കണ്ണ് ചുവന്നതായി പറഞ്ഞിരിക്കുന്നു. സൂര്യചന്ദ്രന്മാർ ഭഗവാന്റെ രണ്ട് കണ്ണുകളാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാന് നാമം ലോകിതാക്ഷക. ഇനി അടുത്തത് പ്രദർധനഃ. പ്രളയേ ഭൂതാനി പ്രദർദയതി. പ്രളയത്തിൽ ഭൂതങ്ങളെ പ്രകർഷേണ നശിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രദർധനൻ എന്ന് പേര്. അപ്പൊ സംഹാരകർത്താവ് എന്ന പേര് ഭഗവാന്. അപ്പൊ പ്രളയകാലത്ത് ഈ ജഗത്ത് മുഴുവൻ അതിൻ്റെ നിലനിൽപ്പ് വിട്ടിട്ട് ലയിച്ച് അത് കാരണത്തിലേക്ക് മടങ്ങുന്നു. സ്ഥൂലമായിട്ടുള്ളത് എല്ലാം വളരെ സൂക്ഷ്മമായിട്ട് പിന്നീട് അതിൻ്റെ കാരണത്തിലേക്ക് വളർന്നിട്ട് അതന്നെയാണ് പ്രളയം എന്ന് പറയുന്നത്. അപ്പൊ അതിന് കാരണമാകുന്നവൻ, അത് ചെയ്യിക്കുന്നവൻ പ്രളയകർത്താവ്. അതുകൊണ്ട് ഭഗവാന് നാമം പ്രദർധനൻ. എന്നാൽ പ്രളയകാലത്ത് ഒന്നും നശിക്കുന്നില്ല, എല്ലാം തന്നിലേക്ക് ലയിക്കുന്നു. പിന്നീട് വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു. ഭഗവാനിൽ നിന്ന് അത് പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ത്രിമൂർത്തികളിൽ ശിവനും അഥവാ രുദ്രൻ എന്നൊക്കെ പറയുന്നതും
ബ്രഹ്മാവെന്ന് പറയുന്നതും ഒക്കെ ഒരാള് തന്നെയാണ്. ശിവൻ വിഷ്ണു തന്നെ, വിഷ്ണു ശിവൻ തന്നെ. ഇവിടെ സൃഷ്ടി ചെയ്യുന്ന ഭാവത്തിന് പേര് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാം ഒരാള് തന്നെയാണ്, പല നാമങ്ങളിൽ പറയുന്നു എന്ന് മാത്രം നമ്മൾ ധരിക്കുക. അതുകൊണ്ട് ഭഗവാന് പ്രദർഘനഃ എന്നും നാമം. ഇനി അടുത്തത് പ്രഭൂതഃ. ജ്ഞാന ഐശ്വര്യാദി ഗുണൈഃ സമ്പന്നഃ പ്രഭൂതഃ. ജ്ഞാനം ഐശ്വര്യം മുതലായ ഗുണങ്ങളെ കൊണ്ട് സമ്പന്നനായിരിക്കുന്നവൻ, പരിപൂർണനായിരിക്കുന്നവൻ. അതുകൊണ്ട് ഭഗവാന് നാമം പ്രഭൂതഃ. പ്രഭൂത എന്ന ശബ്ദത്തിനർത്ഥം പ്രകർഷേണ ഭവിച്ചവൻ. അപ്പൊ ഇവിടെ പ്രകർഷേണ ഭവിക്കുക എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഐശ്വര്യാദി ഗുണങ്ങൾ, ആ 6 ഗുണങ്ങൾ അടങ്ങിയവരെയാണ് ഭഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതെല്ലാമാണ് 6 ഗുണങ്ങള്? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. ഇത് ആണ് ഭഗവാൻ. അപ്പൊ ഭഗവാൻ സർവജ്ഞനാണ്. അതുകൊണ്ട് ഭഗവാൻ ആണ് ജ്ഞാനം എന്ന് പറയുന്നു. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നു, അതിൻ്റെ ആത്മീയ തത്വത്തെയും ഭഗവാൻ അറിയുന്നു, തന്നെ തന്നെയും അറിയുന്നു എന്ന് സാരം. അപ്പൊ ഇവിടെ സർവ്വതും അറിയുന്നയാള്. ഐശ്വര്യം എന്നാല് നിയന്ത്രിക്കുവാനുള്ള ആ ഭരണ നൈപുണ്യം ഉള്ളത് ഭഗവാനാണ്. ഈശ്വരൻ എന്നാൽ ഈശനം ചെയ്യുന്നവരിൽ വരനാണ്. അപ്പൊ ഈ ലോകത്തെ മുഴുവൻ തന്നിലേക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ. ഈ ലോകം ഭഗവാന്റെ ശ്രീയാണ്, സമ്പത്താണ്. വീര്യമെന്നാൽ ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ ഒന്നിനോടും ഒരു ഒട്ടലില്ല ഭഗവാൻ എന്ന് സാരം. അതുകൊണ്ട് ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. അതുകൊണ്ടാണ് വൈരാഗ്യം എന്ന ഗുണവും ഭഗവാനുള്ളത്. യശസ് എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്തത്. ഭഗവാന്റെ യശസ് എല്ലാ ലോകത്തും വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ 6 ഗുണങ്ങൾ ചേർന്നത് കൊണ്ടാണ് ഭഗവാന് പ്രഭൂതഃ എന്ന നാമം വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ത്രികഗുബ്ധാമ. കഗുബ്ബ എന്ന് പറഞ്ഞാല് ദിക്ക്, ദിശ, ദേശം എന്നൊക്കെയാണ് അർത്ഥം. ത്രികഗുബ്ധാമ, 3 ദിക്കുകൾ, 3 ലോകങ്ങൾ, 3 ദേശങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഈ ലോകത്തിനെല്ലാം ആധാരമായിരിക്കുന്നവൻ ഭഗവാൻ. ആചാര്യ ഭഗവത്പാദർ പറയുന്നു, ഊർധ അധോ മധ്യഭേദേന ശൃണാം കഗുബ്ധാം വിദാമ ഇതി. ത്രികഗുബ്ധാമ, ത്രികഗുബ്ധാമ അത് ഒറ്റ നാമമാണ്. ത്രികഗുബ്ധാമ ഒരു നാമം. ഊർധ്വലോകം, അധോലോകം, മധ്യലോകം. അപ്പം ഊർധ്വലോകം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മുകളിലോട്ടുള്ള ലോകം, 6 ലോകങ്ങള്. ഭുവർലോകം, സുവർലോകം, ജനൽലോകം, മഹർലോകം, തപസ്ലോകം, സത്യലോകം. ഭൂമിക്ക് താഴോട്ടുള്ളത്, ഭൂമിയാണ് മധ്യത്തിൽ, താഴോട്ടുള്ളതാണ് അതലം, വിതലം, സുതലം, തലാതലം, രസാതലം, മഹാതലം, പാതാളം. ഇങ്ങനെ 14 ലോകങ്ങളെ 3ആയിട്ട് പറയുമ്പോൾ ഊർധ്വം, അധോ, മധ്യം എന്ന് പറയുന്നു. അതെല്ലാം ഭഗവാന്റെ ധാമമാണ്. ഭഗവാനിൽ വസിക്കുന്ന ഈ ലോകങ്ങൾ എന്ന് സാരം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചിരുന്നു ധ്യാന ശ്ലോകത്തിൽ കൂടി വിശ്വാധാരം എന്ന്. എല്ലാത്തിനെയും ധരിച്ചു നിൽക്കുന്നവൻ, ഈ വിശ്വത്തെ മുഴുവൻ ധരിച്ചു നിൽക്കുന്നവൻ.
അതുകൊണ്ട് ഭഗവാനെ ത്രികകുദ്ധാമ. ഇപ്പൊ ദേവന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ഒക്കെ ഊർധ്വലോകങ്ങളിലാണ്. ഈ പക്ഷികളും ജന്തുക്കളും മൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെ അധോലോകത്തിലാണ്. മധ്യലോകത്തിലെ മനുഷ്യരും. അപ്പൊ ഇതിനെ എല്ലാം ആധാരമാക്കിയിരിക്കുന്നത് ആരാണ്? ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് ത്രികകുദ്ധാമ. ഇനി അടുത്തത് പവിത്രം. ഏനപ്പുനാദി യോവാ പുനാദി ഋഷിർ ദേവതാവാ പവിത്രം. ഏനപ്പുനാദി, യാതൊന്നിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നുവോ അത് പവിത്രം. യോവാ പുനാദി, ആരാണോ ശുദ്ധീകരിക്കുന്നത് അവനും പവിത്രം. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുക്കളാകാം. അപ്പൊ നമ്മളെ ഋഷികളെ, ദേവതകളെ, ഇവരെ എല്ലാം പവിത്രീകരിക്കുന്നത് ആരാണ്? ഭഗവാൻ. ശുദ്ധീകരിക്കുന്നതെല്ലാം പവിത്രമാണ്. അപ്പൊ അഴുക്ക് പോകാൻ മണ്ണുകൊണ്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പൊ മണ്ണുകൊണ്ടുള്ള കുളി, മണ്ണ് പവിത്രമാണ്. ജലം അതുപോലെ, ജലം കൊണ്ട് നമുക്ക് ശുദ്ധീകരിക്കാം, ജലം പവിത്രമാണ്. അപ്പൊ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുവാൻ ശക്തിയുള്ളതാണ്. അപ്പൊ വായുവിന് കാറ്റടിച്ച് ദുർഗന്ധങ്ങളെ അകറ്റുവാൻ കഴിവുണ്ട്, ഉണക്കുവാൻ കഴിവുണ്ട്, ഈർപ്പത്തെ വറ്റിച്ചു കളയുവാൻ കഴിവുണ്ട്. അപ്പം അതിൻ്റെ അശുദ്ധികളെ കളയാൻ സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഭൂതങ്ങളെ ഉത്ഭവിപ്പിച്ചിരിക്കുന്നത് പവിത്രമാക്കാനാണ്, നമ്മളെ പവിത്രമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഏതൊരു വസ്തുവിനാൽ ശുദ്ധീകരിക്കപ്പെടുന്നുവോ അത് പവിത്രം. അപ്പൊ ഋഷിമാരും ദേവന്മാരും പവിത്രമാണ്. ഋഷിമാരുടെ ദർശനം തന്നെ നമ്മളെ ശുദ്ധീകരിക്കും. ഋഷികളുമായിട്ട് സത്സംഗം ചെയ്താൽ അവരുടെ ജ്ഞാനം നമ്മൾക്ക് പകർന്ന് നമ്മളെ ശുദ്ധീകരിക്കപ്പെടും. ഗീതയിൽ പറയുന്നുണ്ട്, ജ്ഞാനത്തോളം പവിത്രമായിട്ട് ഈ ലോകത്തിൽ ഒരു വസ്തുവുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവതമാരുടെ അനുഗ്രഹം നമ്മളെ ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് നാമം പവിത്രം. ഇനി അടുത്തത് മംഗളംബരം, പരമമായ മംഗളം. അശുഭാനി വിരാജിഷ്ഠേ, അശുഭങ്ങളെ മുഴുവൻ നിരാകരിക്കുന്നു. അപ്പൊ ഇവിടെ മംഗളപ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്നു. സ്മൃതി മാത്രേണ യത് പുംസാം ബ്രഹ്മതൻ മംഗളം വിഭോ. ഏതൊന്നിൻ്റെ സ്മരണം മാത്രം കൊണ്ട് മംഗളമുണ്ടാകുന്നുവോ അത് ബ്രഹ്മമാകുന്നു. ആ ബ്രഹ്മത്തെയാണ് മംഗളം എന്ന് പറയുന്നത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ രൂപവും ശ്രീരാമന്റെ രൂപവും വാമനന്റെ രൂപവും ഒക്കെ നമുക്ക് മംഗളകരമാണ്. ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിയാൽ നമുക്ക് മംഗളമായി ഭവിക്കും. അതുകൊണ്ട് ഭഗവാന് നാമം മംഗളപരം എന്ന നാമം.